നമ്മുടെ ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി. ഈ ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ഇഷ്യൂ എന്താണ് എന്നുള്ളത് ഇതുവരെയായിട്ടും ആർക്കും ക്ലിയർ അല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ പല രീതിയിലാണ് ഇവരുടെ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചിലർ പറയുന്നു ഇവർ കാണിക്കുന്നത് ഉടായിപ്പത്തരമാണ്, ഇവർ തമ്മിൽ പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ചുമ്മാ ഉടായിപ്പത്തരം കാണിക്കുന്നതാണെന്ന് ഒരു കൂട്ടർ പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു ഇവർ തമ്മിൽ എന്തോ സീരിയസ് ആയിട്ട് ഇഷ്യൂ ഉണ്ട്. അതോടൊപ്പം തന്നെ ഗബ്രി ജാസ്മിനെ തേച്ചു. അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ ആ ഒരു തരത്തിലുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെയോ സംഭവവികാസങ്ങൾ ആണ് എന്നുള്ള തരത്തിലും ഗബ്രി കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലും ഒക്കെ തന്നെയുള്ള ചർച്ചാ വിഷയങ്ങൾ പല തോതിൽ പല കോണുകളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിനെ കുറിച്ച് അങ്ങേയറ്റം ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ തന്നെ പലതും പറയുന്നുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു യഥാർത്ഥ റീസൺ എന്താണ് എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. ചിലപ്പോൾ അവരെ ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തറിയാവുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം. പക്ഷെ എന്തായാലും ഇവർ പബ്ലിക്കായിട്ട് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒന്നും തന്നെ ഇവർ ആരെയും അറിയിച്ചിട്ടില്ല എന്താണ് ഒരു റിയൽ ഇഷ്യൂ. കാരണം അടയും ചക്കരയും പോലും നടന്നവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പിരിയുക എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടുകാർ വല്ലതും പറയും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം ആ ഒരു തരത്തിലായിരുന്നല്ലോ ഇവരുടെ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ആയാലും ആ ഒരു തരത്തിലുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജാസ്മിൻ ഗബ്രി പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അത് മാത്രമല്ല വെറുതെ ഒരു പിരിയലല്ല, കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന രീതി സോഷ്യൽ മീഡിയാസിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെ ജാസ്മിന്റെ കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് കളയുന്നു, ജാസ്മിൻ അൺഫോളോ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും പല രീതിയിലുള്ള ഡൗട്ട്സുകൾ പലരിലും ഉണ്ടാവും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിങ്ങനെ പോകെ ഇത് ഇപ്പോഴും ഇതിങ്ങനെ നിൽക്കുവാണ്. എന്താണ് വിഷയം എന്ന് അറിയാത്ത തരത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗബ്രി ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കുമ്പോഴത്തേക്കും തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറി ആണെന്നാണ് തോന്നുന്നത്. ഈ പറയുന്ന രീതിയിൽ കുറേയധികം കാര്യങ്ങൾ എഴുതി ചേർത്ത് കൊണ്ടുള്ള ഗബ്രി ഈ ഡയറി എഴുത്തുള്ള തുടങ്ങിയൊന്നും അറിയത്തില്ല. എന്തായാലും അതുപോലുള്ള ഒരു സംഭവമാണ്, ഡേറ്റ് ഒക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എന്തോ എവിടെയൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണക്ക് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന രീതിയിൽ ഗബ്രി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും മാറി ഇനിയിപ്പോൾ പുതിയൊരു തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. അതല്ല ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴും ഗബ്രി ജാസ്മിനെ മിസ് ചെയ്യുന്നുണ്ടോ, ആ ഒരു തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറയാതെ പറയുന്ന ചില വാചകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആരുടെയും പേരെടുത്തോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും അതിൽ ചില സെന്റൻസുകൾ വായിക്കുമ്പോഴത്തേക്കും ചിലതൊക്കെ അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചില ദിനങ്ങൾ പ്രതീക്ഷയോടെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ തരത്തിലുള്ള ചില വാചകങ്ങളൊക്കെ തന്നെയും എന്തിനേക്കോ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റും. ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ചെറിയ കാര്യമായിരിക്കാം, ചിലപ്പോൾ അത് വലിയ കാര്യമായിരിക്കാം. ഇപ്പോൾ എന്ത് കാര്യം തന്നെ ആയാലും ഇവർ തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെയായിരിക്കാം ചിലപ്പോൾ ഗബ്രി ജാസ്മിൻ ആ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി പോകെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ വീണ്ടും ഒന്നിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. സപ്പോസ് ഇനി അങ്ങനെ ഒന്നിച്ചാൽ അത് ഈ പറയുന്ന തരത്തിൽ വേറൊരു ചർച്ചാ വിഷയമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിരിയുന്നു, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്നിക്കുന്നു, അത് ഈ പറയുന്ന രീതിയിൽ ഉടായ്പ കണക്ക് കാര്യങ്ങൾ ആൾക്കാർ ചിന്തിച്ചാലും തെറ്റു പറയാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ, ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ടാണ് പുറത്ത് കാണുന്നത്. അതായത് ഈ പറയുന്ന രീതിയിൽ അവർ ഈ ഇൻസ്റ്റാഗ്രാം പേജിലായാലും അൺഫോളോ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എനിക്ക് ഗബ്രി അൺഫോളോ ചെയ്തില്ല, പക്ഷേ ജാസ്മിൻ അൺഫോളോ ചെയ്തെന്നാണ് തോന്നുന്നത്. ഗബ്രി ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് കംപ്ലീറ്റ് ആയിട്ട് പൂട്ടിക്കളഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത് കളയുന്നു. തന്റെ ജാസ്മിനൊത്തുള്ള വീഡിയോസ് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞ് ഈ പറയുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മാത്രമല്ല അത് യൂട്യൂബിൽ ഉൾപ്പെടെ, യൂട്യൂബിൽ ഇപ്പോൾ ഗബ്രി ഒരു വീഡിയോസ് എല്ലായിടത്ത് കളയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു അനക്കവും ഇല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഗബ്രിയുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ അത്രത്തോളം ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് കാര്യങ്ങളും ഒക്കെ അത്രത്തോളം ഒരു ഇതായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു തരത്തിൽ ആവുക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ജാസ്മിൻ ഇടയ്ക്ക് വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ. അതിൽ തന്നെ ഗബ്രിയുടെ പേര് കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ ജാസ്മിൻ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞത് ഗബ്രിയുമായിട്ട് ബന്ധപ്പെടുന്നതാണ് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ചില കാര്യങ്ങളൊക്കെ തന്നെ ജാസ്മിൻ ഇപ്പോൾ ആകപ്പാട ഒരു ഇതിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും തന്നെ ജാസ്മിൻ ഇപ്പോൾ അധികമായിട്ടൊന്നും ചെയ്യുന്നില്ല. കംപ്ലീറ്റ് പ്രൊമോഷൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ജാസ്മിൻ ഇപ്പോൾ അങ്ങനെ വരുന്നതേ ഇല്ല. പല കാര്യങ്ങളിലും ജാസ്മിൻ ആയാലും പല രീതിയിൽ വിഷമഘട്ടങ്ങൾ നേരിടുന്നു എന്നുള്ളത് ജാസ്മിൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഗബ്രിയുടെ വിഷയമായാലും ഗബ്രി ഒന്നും തുറന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഇതുപോലുള്ള സ്റ്റോറി പോസ്റ്റുകൾ കാണുമ്പോഴത്തേക്കും അതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും അടിച്ച് പിരിഞ്ഞതിൽ
സന്തോഷിക്കുന്നവരുണ്ട്. ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവർക്ക് നല്ല രീതിയിൽ കൂടുതലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇവരുടെ ആ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ, അതായത് ഈ പറയുന്ന രീതിയിൽ ഇവരുടെ കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവർ വീണ്ടും ഒന്നിക്കണം, വീണ്ടും പഴയ പോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ പിരിഞ്ഞതിൽ നന്നായി, രണ്ട് വഴിക്കായി, ഇത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തായാലും ഇവരിങ്ങനെ ഈ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ കളിക്കാതെ കാര്യം എന്താണ് എന്നുള്ളത് തുറന്നു പറയാൻ പറ്റുമെങ്കിൽ തുറന്നു പറയുക. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സ്റ്റോറി അതോടൊപ്പം തന്നെ പോസ്റ്റുകളൊക്കെ തന്നെ ഇട്ട് മറ്റൊരു തരത്തിലോട്ടാക്കുക. എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്തായാലും ഇതിനും അങ്ങനെ ഒരു അന്ത്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ.